Good morning, students. Adutha university question idana. Find the Fourier transform of f of x is equal to e raised to kx if x less than 0, 0 if x greater than 0. December 2018 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കെയിലിലെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ കണ്ടുപിടിക്കേണ്ടതാണ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോറിയർ ട്രാൻസ്ഫോം ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു കെ എക്സ്. അപ്പോഴാണ് എക്സ് ലെസ് ദാൻ 0. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? ഇ റേസ് ടു കെ എക്സ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0, 0 ടു ഇൻഫിനിറ്റി വരെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഓൾ അതർ കേസസ് ഫംഗ്ഷൻ വാല്യൂ വിൽ ബി 0. അപ്പോൾ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എഴുതാം. എന്താണ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇ റേസ് ടു minus isx dx. First we write the formula for Fourier transform. Formula എന്താണ്? 1/√2π integral lower limit minus infinity upper limit plus infinity f of x e raised to minus isx dx. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെയാണ്. 1/√2π integral minus infinity to 0 f of x എന്താണ്? e raised to kx e raised to minus isx dx. രണ്ടാമത്തെ കേസിൽ എന്താണ്? രണ്ടാമത്തെ കേസിൽ 0 to ഇൻഫിനിറ്റിയിലെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 0 ആണ്. e raised to minus isx dx. രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ കേസ് മാത്രം കൺസിഡർ ചെയ്യാം. 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0. ഇവിടെ നമുക്ക് x raised to m into x raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to m plus n ആണ്. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? e raised to kx plus minus isx. ഇങ്ങനെ എഴുതാം. This is equal to 1/√2π integral minus infinity to 0 e raised to k minus is into x. നമ്മൾ കോമൺ ആയിട്ടുള്ള x അതിൽ നിന്ന് പുറത്തെടുത്തു. അങ്ങനെ പുറത്തെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചത് ലോ ഓഫ് ഇൻഡിസസ് ആണ്. x raised to m into x raised to n equal to x raised to m plus n. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ? 1/√2π into ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus k minus is into x divided by x ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? k minus is. ഇവിടെ e raised to x ആണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? e raised to x തന്നെയായിരിക്കും. ഇവിടെ e raised to x ന്റെ സ്ഥാനത്ത് എന്താണ്? e raised to k minus is into x ആണ്. അപ്പൊ e raised to k minus is into x ആണെങ്കിൽ e raised to k minus is into x divided by k minus s. ആ x ന്റെ കോഎഫിഷ്യന്റ് താഴേക്ക് ഇടുക. ഇനി ലോവർ ലിമിറ്റ് എന്താണ്? മൈനസ് ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് എന്താണ്? 0. അപ്പൊ നമുക്ക് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. 1/√2π k minus is. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് x ന് 0 കൊടുക്കുമ്പോൾ e raised to 0 that is equal to 1 ആണ്. ഈ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് നമ്മൾ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്താണ്? ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റിയുടെ വാല്യൂ 0 ആണ്. രണ്ടാമത്തെ കേസ് 0. അപ്പൊ നമുക്ക് ആൻസർ തന്നിരിക്കും 1/√2π into 1/k minus is. ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ ഫോറിയർ ട്രാൻസ്ഫോം. ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1/√2π into 1/k minus is. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല വളരെ പ്രധാനപ്പെട്ട. ആദ്യം നമ്മൾ ഫോർമുല എഴുതാം. ആ ഫോർമുലയ്ക്ക് മാർക്ക് ഉണ്ട്. അപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് ഓഫ് എസ് എന്നാണ്. എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/√2π. പ്രത്യേകം ശ്രദ്ധിക്കുക. 1/√2π ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി അപ്പർ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് isx dx. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ ഫംഗ്ഷന്റെ വാല്യൂ ഇ റേസ് ടു kx ആണ്. x ലെസ് ദാൻ 0. x ലെസ് ദാൻ 0 ഫംഗ്ഷന്റെ വാല്യൂ ഇ റേസ് ടു kx എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ ഫംഗ്ഷന്റെ വാല്യൂ ഇ റേസ് ടു kx ആണ്. 0 ടു ഇൻഫിനിറ്റി വരെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഓൾ അതർ കേസ് ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി 0 ഇ റേസ് ടു kx എടുക്കുന്നു. അതിനുശേഷം ഇ റേസ് ടു kxഉം ഇ റേസ് ടു മൈനസ് isxഉം കൂടി നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഏത് ലോ ഉപയോഗിക്കുന്നു? ലോ ഓഫ് ഇൻഡിസസ്. x raised to m into x raised to n equal to x raised to m plus n. ആ ഫോർമുല ഉപയോഗിക്കുമ്പോൾ e raised to kx plus minus isx dx വരും.
ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള എക്സ് നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ 1/√2 π മൈനസ് ഇൻഫിനിറ്റി ടു 0 e raised to k minus is into x dx. ഇനി നമ്മൾ e raised to k minus is into x നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? e raised to x തന്നെയാണ്. ഇവിടെ e raised to x ന്റെ സ്ഥാനത്ത് എന്താണ്? e raised to k minus is into x ആണ്. അപ്പോൾ e raised to k minus is into x നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to k minus is into x divided by x ന്റെ കോഎഫിഷ്യന്റ്. എന്താണ് x ന്റെ കോഎഫിഷ്യന്റ്? k minus is. അത് നമ്മൾ താഴെ എടുക്കുന്നു. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക, ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. കാരണം എന്താണ്? ഇവിടെ x 0 കൊടുക്കുമ്പോൾ ഇവിടെ e raised to 0 1 വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e raised to minus infinity എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പർ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും. അപ്പൊ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1/√2 π into 1/k minus is. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.